സത്യം അംഗീകരിക്കാനാകാതെ ഹേസങ് വേഗം നടന്നു പോകും. സുഹ അവളുടെ പുറകെ വന്ന് പറയും, നിനക്കറിയാം ഞാൻ നുണ പറയുമല്ലെന്ന്. അവരൊരുമിച്ച് പ്ലാൻ ചെയ്താണ് ആ മനുഷ്യനെ കുത്തിയത്. അവൾ ചെവി പൊത്തി എനിക്കൊന്നും കേൾക്കുന്നില്ല എന്ന് പറയും. അവൻ അവളുടെ കൈയെടുത്ത് മാറ്റി, പ്രോസിക്യൂട്ടർ ശരിയും നീ തെറ്റുമാണ്. ഞാൻ നീ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നേ? അവരൊരുമിച്ചല്ല മർഡർ ചെയ്തതെന്ന് ജഡ്ജ് ഓൾറെഡി വിധിച്ചു. ഇനി ഞാൻ പോയി സോറി എനിക്ക് തെറ്റ് പറ്റിയതാണ്, ഡോഹുൻ ശരിയാണെന്ന് പറയണോ? അതാണോ നിനക്ക് വേണ്ടേ? ഇല്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല, എന്നെ വിട്. അവൾ അവളുടെ കൈ വിടുവിക്കാൻ നോക്കും. അവൻ വിടില്ല. ഞാൻ 3 വരെ എണ്ണും, 1 2 3. അവൾ സർവ്വശക്തി എടുത്ത് വിടുവിക്കാൻ നോക്കിയിട്ടും പറ്റിയില്ല. നീയും ആ പ്രോസിക്യൂട്ടറെ പോലെയാ, ചെയ്ത തെറ്റ് അംഗീകരിക്കില്ല. ഞാൻ പറഞ്ഞതെന്താ തെറ്റാണോ? അവൾ മനസ്സിൽ ചിന്തിക്കും, നീ എന്നെ രക്ഷിക്കാൻ വന്ന എൻ്റെ ലൈഫ് ലൈൻ ആണെന്നാണ് ഞാൻ വിചാരിച്ചേ, പക്ഷെ എന്നെ പുറകോട്ട് വലിക്കുന്ന ഒരു കയറാണല്ലോ നീ. ഇത് മനസ്സിലായ സൂഹ അവളുടെ കൈ വിടും. അവൾ നടന്നു പോകും. അവൾ ഓഫീസിൽ റൂമിൽ കയറി ഡോർ അടച്ച് അവളുടെ ദേഷ്യം തീർക്കുകയാണ്. ഞാനെങ്ങനെ അവളെപ്പോലെ ആവുന്നത്? ഞാൻ അങ്ങനെ അല്ലേ അല്ല. ചോയാണെങ്കിൽ ഇത് കേട്ടിട്ട് ഇവൾക്കിതെന്താ പറ്റിയേ? അവൾ ഡോറ് തുറന്ന് ജനലിൻ്റെ അടുത്ത് വന്ന് പുറത്തേക്ക് നോക്കും. താഴെ സൂഹ ഇരിക്കുന്നത് കാണും. അവനെ കണ്ടതും അവൾ ഒച്ചയിട്ടലറും. സന്ധ്യയായി. സൂഹ അവിടെ തന്നെ ഇരിക്കുവാണ്. ഹേസങ് അങ്ങോട്ട് വരും. നീ നേരത്തെ പറഞ്ഞത് തിരിച്ചെടുക്ക്. ഞാനും ഡോഹുനും ഒരുപോലെയാണെന്ന് പറഞ്ഞത് തിരിച്ചെടുക്ക്. എനിക്ക് വേണമെന്ന് തോന്നുന്നില്ല. ഞാൻ സത്യം തെളിയിക്കാൻ വേണ്ടി എനിക്ക് കഴിയുന്നതെല്ലാം ചെയ്യാൻ പോവാ. അവർ രണ്ടുപേരും ചേർന്നാണ് മർഡർ നടത്തിയതെന്ന് ഞാൻ പ്രൂവ് ചെയ്യാൻ പോവാണ്. നിനക്ക് മനസ്സിലാവുന്നില്ലേ? ആവോ. ഞാൻ തെറ്റായിരുന്നുവെന്ന് അംഗീകരിക്കാൻ പോവാണെന്ന്. സൂഹ ചിരിക്കും. നീ എന്താ ചിരിക്കുവാണോ? ഇതത്ര ഈസി ആണെന്നാണ് നിന്റെ വിചാരം? സ്വന്തം ശത്രുവിൻ്റെ മുമ്പിൽ ഞാൻ തെറ്റാണെന്ന് പറയാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാനത് അംഗീകരിക്കും. എന്തിന്? കാരണം ഞാൻ മറ്റുള്ളവരെക്കാൾ ബെറ്ററാണ്. അതുകൊണ്ട് നീ പറഞ്ഞതല്ല തിരിച്ചെടുത്തോ. നീ തെറ്റല്ല, പക്ഷേ ഡിഫറൻ്റ് ആണെന്ന് സൂഹ പറയും. എന്ത്? തെറ്റെന്ന് വെച്ചാൽ ശരിയല്ല, ഡിഫറൻ്റ് എന്ന് വെച്ചാലോ ഒരുപോലെയല്ല. നീ ആ പ്രോസിക്യൂട്ടറേക്കാൾ ഡിഫറൻ്റ് ആണ്, ഒരുപാട് ഡിഫറൻറ്റ്. ഇത് മതിയോ? എങ്കിലും ഓക്കെ, എൻ്റെ കൂടെ വാ, നമുക്ക് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവൾ പോകും. പിറ്റേ ദിവസം ഹേസങ് വന്നിട്ട് അവളുടെ കക്ഷിയെ വീണ്ടും കാണുവാണ്. നീ എന്താ ഇവിടെ? ഞാൻ കുറ്റവാളിയല്ലെന്ന് തെളിയിക്കാൻ നിനക്ക് ഇനിയും തെളിവ് വേണമെന്ന് അവൻ ചോദിക്കും. നീ എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ അതിൽ 1% നുണയുണ്ടോ? അവൻ ചിരിച്ചിട്ട്, ഇല്ല, അങ്ങനെയില്ല. ആ 1% നിന്റെ ബാക്കി സ്റ്റോറി മുഴുവനും നുണയാക്കി മാറ്റാം. എനിക്കറിയാം. ഇപ്പോൾ എന്താ എന്നോട് ഇത് ചോദിക്കുന്നേ? നീ നിന്റെ ബ്രദറുമായി ഒരുമിച്ച് ചേർന്ന് അയാളെ കൊന്നതാണോ? അല്ല, ഒരിക്കലും അല്ല. എന്താ, എൻ്റെ ബ്രദർ എന്തെങ്കിലും പറഞ്ഞോ? നിന്റെ ബ്രദർ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് അയാളെ കൊന്നത് പുറത്താകുമായിരിക്കും അല്ലേ? അല്ല, അങ്ങനെയല്ല. പക്ഷേ നിങ്ങളെന്തോ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അത് നമ്മൾ തമ്മിലുള്ള ഒരു സീക്രട്ടായി മാത്രം എഴുതാൻ മതി. എൻ്റെ വക്കീൽ എന്ന സ്ഥിതിക്ക് നിനക്കത് പുറത്ത് പറയാൻ കഴിയില്ല. അറ്റോർണീസ് കോഡ് ഓഫ് എത്തിക്സ് ആർട്ടിക്കിൾ 23. ഒരു അറ്റോർണിക്ക് ക്ലയൻറ്റ് തടവിലായിരിക്കുമ്പോൾ സീക്രട്ടായി പറയുന്ന കാര്യം പുറത്ത് പറയാൻ കഴിയില്ല. നീ എന്താ എന്നെ പേടിപ്പിക്കുകയാണോ? അല്ല, ഞാൻ കാണുന്നതിനേക്കാൾ കുറച്ച് സ്മാർട്ടാണെന്ന് നിന്നെ അറിയിക്കുകയാണ് ചെയ്തത്. ഇതുവരെ ചെയ്തതുപോലെ നീ ഞാൻ പറയുന്നത് വിശ്വസിച്ച് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മാത്രം മതി. ലോ നമുക്ക് അനുസരിക്കാനുള്ളതല്ല, ബുദ്ധിപരമായി ഉപയോഗിക്കാനുള്ളതാണെന്ന് അവൻ പറയും. ഹേസങ് പിന്നെ ടെൻഷൻ അടിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവന്മാരെ എങ്ങനെയാണ് പിടിക്കുക? ഞാൻ ഈ കോഡ് ഓഫ് എത്തിക്സ് എല്ലാം മറന്നു കളഞ്ഞ് എല്ലാം റിവീൽ ചെയ്താലോ? അപ്പോഴാണ് ലോയർ ചാ വരുന്നത്. ഹേസങ് അയാളെ പിടിച്ചിട്ട്, ചാ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുമായിരുന്നു, നമുക്ക് സംസാരിക്കണം, ഞാനിപ്പോൾ എൻ്റെ കക്ഷിയെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വരുവാണ്. അയാളാണെങ്കിൽ, നിർത്ത്, നമുക്കതിനെപ്പറ്റി സംസാരിക്കാൻ കഴിയില്ല, ഞാൻ മറ്റവൻ്റെ വക്കീലല്ലേ. പക്ഷെ നീ ഇത് കേൾക്കണം. അയാളാണെങ്കിൽ ചെവി പൊത്തിക്കൊണ്ട് എനിക്കൊന്നും കേൾക്കുന്നില്ലേ എന്നും പറഞ്ഞു ഓടും. ഹേസങ് പറയും, ആ ട്വിൻസ് ഒരുമിച്ച് ചേർന്ന കൊലപാതകം നടത്തിയെന്നാണ് തോന്നുന്നത്, നമ്മളെ ഉപയോഗിച്ച് അവർ പുറത്തിറങ്ങാനാണ് ശ്രമിക്കുന്നത്. അയാൾ, നിർത്ത്, ഞാൻ നീ പറയുന്ന ഒന്നും കേൾക്കാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ ക്ലയൻറ്റ് പറയുന്നത് മാത്രമേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് ഓടിപ്പോകും. ഈ മണ്ടൻ എൻ്റെ ചുറ്റും ഇങ്ങനത്തെ മണ്ടന്മാരാണല്ലോ. അയാൾ പോയിട്ട് തന്നെ പറയുവാണ്, ഇനി അവൾ പറയുന്നത് സത്യമാണോ? അവന്മാർ പ്ലാൻ ചെയ്ത് മർഡർ നടത്തിയതാണോ? അയാൾ കവിളിൽ തട്ടി, ബോധം തിരിച്ചു വാ, ഞാൻ ഹേസങ്ങിനെതിരെയാണ് യുദ്ധം ചെയ്യേണ്ടത്, അവൾ എൻ്റെ ശത്രുവാണിപ്പോൾ. വീട്ടിൽ ഹേസങ് സൂഹയോട് പറയുവാണ്, ഇതുപോലൊരു പൊട്ടനെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കൊന്നും കേൾക്കണ്ടേ എന്ന് പറഞ്ഞ് ചെവിയും പൊത്തി ഓടുമായിരുന്നു അയാൾ. ഇനിയിപ്പോൾ കോടതിയിൽ എന്ത് ചെയ്യും എനിക്കറിയില്ല, ഒരൊറ്റ തെളിവ് പോലും ഇല്ല. ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും അവന്മാർ വെറുതെ വിടും. ലാസ്റ്റ് ടൈം നീ ആ പ്രോസിക്യൂട്ടറോട് സംസാരിക്കുമ്പോൾ ഞാൻ അവളുടെ മനസ്സ് വായിച്ചിരുന്നു. എന്താ അവൾ പറഞ്ഞ് എന്നെ കുറ്റം പറയുമായിരുന്നിരിക്കണം അല്ലേ? അല്ല, നിനക്കവളെ സഹായിക്കാൻ പറ്റുമെന്നാണ് അവൾ ചിന്തിച്ചത്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരെയും കൊടുക്കാൻ കഴിയുമെന്ന്. എന്താ അവളുടെ പ്ലാൻ? അതെനിക്കറിയില്ല. ഞാൻ സഹായിക്കാനോ അവളെയോ? മിക്കവാറും. ഈ സമയം സൂഹ അവളുടെ ഫോൺ എടുത്തിട്ട് എന്തോ ചെയ്യും. അവളത് കണ്ടിട്ട്, നീ എൻ്റെ ഫോൺ എടുത്ത് എന്ത് ചെയ്യുക? ഞാൻ ഡോഹുലിന് മെസ്സേജ് അയക്കുക. നിനക്കൊന്ന് പ്രാന്താണോ? എൻ്റെ ഫോൺ തിരിച്ചു താടാന്ന് പറഞ്ഞ് അവൾ അവൻ്റെ പുറത്ത് കയറും. പക്ഷേ അപ്പോഴേക്ക് സൂഹ മെസ്സേജ് അയച്ച് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഡോഹുൻ ആ മെസ്സേജ് കാണും. നമുക്ക് നാളെ ഒന്ന് മീറ്റ് ചെയ്യാമോ? അവൾ തിരിച്ച് മറുപടി അയക്കും. നാളെ 7:30 ക്രൈം സീനിൽ വെച്ച് കാണാം. അങ്ങനെ പിറ്റേ ദിവസം ഡോഹുൻ ഹേസങ്ങിനെ ആ സ്റ്റോറിന് മുമ്പിൽ വെച്ച് കാണുവാണ്. അവൾ വിക്ടിമിൻ്റെ കുടുംബത്തെക്കുറിച്ച് വിവരിക്കും. വിക്ടിമിന് ഈ ചെറിയ കുട്ടി ഉൾപ്പെടെ 3 കുട്ടികളാണുള്ളത്.
മൂത്തവൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. രണ്ടാമത്തവന് ഓട്ടിസമാണ്. ഇളവനിപ്പോൾ 1 വയസ്സ് തികഞ്ഞു. അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ തലേദിവസമാണ് അയാൾ കൊല്ലപ്പെടുന്നത്. വിക്ടിമിൻ്റെ ഫാമിലിയെ കാണിച്ച് നീ എനിക്കെന്താ കുറ്റബോധം വരുത്താൻ ശ്രമിക്കുകയാണോ? നിന്റെ കക്ഷി ഇന്നസെൻ്റ് ആണെന്നല്ലേ നീ പറഞ്ഞ്, പിന്നെന്തിനാ നിനക്ക് കുറ്റബോധം തോന്നുന്നേ? നിനക്കവർ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് അറിയാം അല്ലേ? നോ കമൻസ്. അവർ രണ്ടുപേരും ഒരുമിച്ച് മർഡർ ചെയ്തെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ നോക്കുമ്പോൾ അവർക്കെതിരെ ഒരു തെളിവും കാണാൻ കഴിയുന്നില്ലല്ലോ. എൻ്റെയിലും തെളിവൊന്നുമില്ല, പക്ഷേ ഒരു പ്ലാനുണ്ട്. എന്ത് പ്ലാൻ? ഞാനത് പറഞ്ഞാൽ നീ എന്നെ സഹായിക്കുമോ? നീ പറഞ്ഞാലല്ലേ എനിക്കറിയൂ. ഡോഹൻ അവളോട് പ്ലാൻ പറഞ്ഞു കൊടുക്കും. ലോയർ ചാ അതുവഴി നടന്നു വരുന്നുണ്ട്. ഇവർ രണ്ടും കൂടെ സംസാരിക്കുന്നത് കണ്ട് അയാൾ മറഞ്ഞിരിക്കും. ഇവർ രണ്ടും എന്താ ഇവിടെ? വീണ്ടും ഹേസുങ് വന്ന് പ്രതിയെ കാണും. അവൾ 2 ഫയലുകൾ അവൻ്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. അതിലൊന്ന് എടുക്കാൻ പറയും. ഈ പിങ്ക് ഫയലാണെങ്കിൽ നീ കുറ്റം സമ്മതിക്കുന്നു, ഈ ബ്ലൂ ഫയലാണെങ്കിൽ നീ എല്ലാ കുറ്റവും നിഷേധിക്കുന്നു. തീർച്ചയായും ഞാൻ കുറ്റം സമ്മതിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ബ്ലൂ ഫയൽ എടുക്കും. അവളത് തടഞ്ഞുകൊണ്ട് പറയും, നീ കുറ്റം സമ്മതിച്ചാലും നിന്നെ വെറുതെ വിട്ടേക്കാം. നീ എന്താ ഈ പറയുന്നേ? ഈ മർഡർ കേസിൽ ഒരു തെളിവില്ലാതിരിക്കുമ്പോഴാണ് നീ കുറ്റം സമ്മതിക്കാൻ പോകേണ്ടത്. ഞാൻ കുറ്റം സമ്മതിച്ച കോടതി എങ്ങനെ എന്നെ വെറുതെ വിടുക? ക്രിമിനൽ ലോ ആർട്ടിക്കിൾ 310 പ്രതിയുടെ കുറ്റസമ്മതം മാത്രമാണ് ഒരേ ഒരു തെളിവെങ്കിൽ അയാളെ കുറ്റക്കാരനായി കണക്കാക്കാൻ കഴിയില്ല. നീ കുറ്റം സമ്മതിച്ചാലും മറ്റ് തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നീ കുറ്റക്കാരനല്ല. പക്ഷേ നിന്റെ ബ്രദർ കുറ്റം സമ്മതിക്കാത്തത് കൊണ്ട് കുറ്റക്കാരനാണെന്ന് വിധി വരും. അതിന് എൻ്റെ ബ്രദറിനെതിരെയും തെളിവൊന്നുമില്ലല്ലോ, പിന്നെങ്ങനെ അവൻ കുറ്റക്കാരനാവുന്നേ? നിന്റെ ബ്രദറിനെതിരെ തെളിവുണ്ട്. നിന്റെ കുറ്റസമ്മതമാണ് അവനെതിരെയുള്ള തെളിവ്. അമേസിംഗ് അല്ലേ? നീ കുറ്റം സമ്മതിച്ചാൽ ഇന്നസെൻ്റ് ആവും, കുറ്റം നിഷേധിച്ചാൽ കുറ്റക്കാരനും ആവും. ഞങ്ങളതിന് അവസാനം വരെ കുറ്റം നിഷേധിച്ചുകൊണ്ടിരുന്ന രണ്ടുപേരും ഇന്നസെൻ്റ് ആവില്ലേ? പ്രോസിക്യൂട്ടർ മനഃപൂർവ്വം പുറത്തുവിടാത്ത എന്തെങ്കിലും തെളിവുണ്ടെങ്കിലോ? അവൾ ആകെ ഒരു CCTV ഫുട്ടേജ് സമർപ്പിച്ചിട്ടുള്ളൂ. ആക്ച്വലി 2 എണ്ണം ഉണ്ട്. നിങ്ങളെ രണ്ടുപേരെയും കൊടുക്കാൻ വേണ്ടി അവൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതാണെങ്കിലോ? അതുകൊണ്ട് അവസരമുള്ളപ്പോൾ രക്ഷപ്പെട്ടു പോവുക. നിയമം അനുസരിക്കാനുള്ളതല്ല, ബുദ്ധിപരമായി ഉപയോഗിക്കാനുള്ളതാണല്ലേ. ഇപ്പോൾ സൂഹയും ഹേസുങ്ങും ബസ് സ്റ്റോപ്പിൽ നിൽക്കുവാണ്. നിങ്ങളുടെ ഈ പ്ലാൻ വെച്ച് ഒരാളെ അല്ലേ കൊടുക്കാൻ പറ്റൂ, മറ്റേ ആളെ രക്ഷപ്പെട്ടില്ലേ എന്ന് സൂഹ ചോദിക്കും. ഇല്ല, അതിന് ഞാൻ സമ്മതിക്കില്ല, 2 പേരെയും കൊടുക്കും. ഓ, അപ്പോൾ നിനക്ക് വേറെ പ്ലാൻ ഉണ്ടോ? ഹേസിങ്ങിൻ്റെ ഫോണിലേക്ക് അമ്മ മെസ്സേജ് അയക്കും. നിനക്കെപ്പോഴാണ് ശമ്പളം കിട്ടുക? 2ാമത്തെ വെള്ളിയാഴ്ച എന്ന് അവൾ തിരിച്ചയക്കും. അമ്മയാണെങ്കിൽ മിൻകുക്കിനോട് കലണ്ടറിലൊന്ന് മാർക്ക് ചെയ്യുക, ഇനി വരുന്ന 2ാമത്തെ വെള്ളിയാഴ്ച എൻ്റെ മോൾക്ക് ശമ്പളം കിട്ടും. അയാളത് കലണ്ടറിൽ മാർക്ക് ചെയ്തിട്ട് അവിടെയുള്ള ഹേസുങ്ങിൻ്റെയും അമ്മയുടെയും ഫോട്ടോ നോക്കും. നിങ്ങൾ രണ്ടുപേരും ഇതിൽ നല്ല സന്തോഷത്തിലാണല്ലോ. അവൾ അതിന് ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രമേ ചിരിക്കുകയുള്ളൂ. നിൻ്റെ ഫാമിലി എവിടെയെന്ന് അമ്മ ചോദിക്കും. അവരെല്ലാം മരിച്ചുപോയി ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ്. അങ്ങനെ കേസ് നടക്കുന്ന ദിവസം പ്രോസിക്യൂട്ടർ ഓരോ വാദങ്ങളായി നിരത്തുമ്പോൾ ഹേസുങ് ലോയർ ചായം ചേർന്ന് അതെല്ലാം തള്ളിക്കളയും. സെക്യൂരിറ്റി ഫുട്ടേജ് കണ്ട് ജഡ്ജി ചോദിക്കും, ഇതിൻ്റെ വേറെ ക്ലിയറായ വീഡിയോ ഉണ്ടോ? പ്രോസിക്യൂട്ടർ ഇല്ലെന്ന് പറയും. അപ്പോൾ ഹേസുങ്ങിൻ്റെ കക്ഷി പ്രോസിക്യൂട്ടർ മനഃപൂർവ്വമായി CCTV വീഡിയോ ഒളിപ്പിക്കുകയാണെന്ന് അവൾ പറഞ്ഞ് കാര്യം ഓർക്കും. ഇപ്പോൾ ഡോഹുൻ അന്ന് ഹേസുങ്ങിനോട് പറഞ്ഞ പ്ലാനിനെ പറ്റി കാണിക്കും. ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് പ്രിസണേഴ്സ് ഡിലേമ മെത്തേഡാണ്. ഈ 2 പേരിൽ ഒരാൾ മറ്റൊരാളെ സംശയിച്ചാൽ മാത്രമല്ലേ അത് നടക്കൂ. ഒരാൾ നിരപരാധിയാണെന്ന് വിധിക്കുകയും മറ്റേയാൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്താലോ? അങ്ങനെയാണെങ്കിൽ ഒരാൾ മറ്റേയാളെ ചതിക്കില്ലേ? നമുക്കങ്ങനെ അവരെ 2 പേരെയും കൊടുക്കാം. ഇപ്പോൾ വീണ്ടും കോടതിയിലേക്ക് വന്ന ക്ലിയർ അല്ലാത്ത ഈ CCTVയുടെ തെളിവൊന്നും അംഗീകരിക്കാനാവില്ലെന്ന് ജഡ്ജി പറയും. അപ്പോൾ ഹേസുങ് പറഞ്ഞ കാര്യം വീണ്ടും അവൻ ഓർക്കും. തെളിവുകളൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് നീ കുറ്റം സമ്മതിക്കേണ്ടത്. അവൻ എഴുന്നേറ്റ് നിന്ന് പറയും, ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്താണ് ആ മനുഷ്യനെ കൊന്നത്. മറ്റവൻ ചോദിക്കും, നീ എന്താ ഈ ചെയ്യുന്നത്? നിനക്കെന്താ പ്രാന്താണോ? നീ കുറ്റം സമ്മതിക്കുകയാണോ എന്ന് ജഡ്ജി ചോദിക്കും. അതെന്ന് അവൻ പറയും. ജഡ്ജി മറ്റവനോട് നീയും കുറ്റം സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, ഞാനത് ചെയ്തിട്ടില്ല, ഇവനത് ഒറ്റയ്ക്ക് ചെയ്തതാ. നിനക്കെതിരെ നിന്റെ സഹോദരൻ്റെ മൊഴി ഇപ്പോൾ തെളിവായുണ്ടെന്ന് ജഡ്ജി പറയും. അപ്പോൾ ഇവനോ? കുറ്റസമ്മതം മാത്രമാണ് ഈ കേസിലെ ഒരേ ഒരു തെളിവെങ്കിൽ കുറ്റസമ്മതം നടത്തിയയാൾ നിരപരാധിയാകും. മറ്റേയാൾക്കെതിരെ മാത്രമാവും കുറ്റം ഉണ്ടാവുക. കുറ്റം സമ്മതിച്ചിട്ടും അവൻ ഇന്നസെന്റ്, ഞാൻ മാത്രം കുറ്റക്കാരൻ. അവൻ എന്നെ ഒറ്റി സ്വയം രക്ഷപ്പെട്ടതാണോ? ഞാനും കുറ്റം സമ്മതിച്ചാലോ? അത് അവനെതിരെയുള്ള തെളിവാവില്ലേ? അവൻ എഴുന്നേറ്റ് നിന്നിട്ട്, ഇവനാണ് എന്നോട് എന്തു വന്നാലും കുറ്റം സമ്മതിക്കരുതെന്ന് പറഞ്ഞത്. ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് അയാളെ കൊന്നത്. ഇവൻ പ്ലാനിട്ടു, ഞാൻ അയാളെ കുത്തി. മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞ് മറ്റവനും എഴുന്നേക്കും. നീ എല്ലാം കുളവാക്കിയെന്ന് പറഞ്ഞ് 2ഉം കൂടെ അടിയാവും. ചോയുടെയും മൂത്ത വക്കീലിൻ്റെയും പുറകിലായി ആദ്യത്തെ ട്രയലിനുണ്ടായിരുന്ന ആ സ്ത്രീ അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഹേസുങ് ഒരുപാട് സന്തോഷമായിട്ട് ഇറങ്ങി വരും. അങ്ങോട്ട് വരുന്ന മൂത്ത വക്കീല്, അവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞതിൽ നിനക്ക് ഇത്ര സന്തോഷമാണോ എന്ന് ചോദിക്കും. തീർച്ചയായും. നീ ഇന്ന് ഒരു പബ്ലിക് ഡിഫൻഡറെ പോലെയല്ല, പ്രോസിക്യൂട്ടറെ പോലെയാണ് പ്രവർത്തിച്ചത്. നിങ്ങളല്ലേ ഒരിക്കൽ പറഞ്ഞ് എനിക്ക് കുറ്റവാളിയെ തിരിച്ചറിയാനുള്ള ഷാർപ്പ് ഐ ഉണ്ടെന്ന്. ഞാനത് ഉപയോഗിച്ച് അവരുടെ കുറ്റം തെളിയിച്ചു. അതിനെന്താ? എന്തിനാണ് അവർ ആ സ്റ്റോറിൽ പോയി അയാളെ കൊന്നതിന് ശേഷം മാസ്ക് എടുത്ത് മാറ്റിയതെന്ന് നീ ചിന്തിച്ചില്ലേ?
കോടതിയിൽ എൻ്റെ പുറകിലിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ആ സ്ത്രീയെയും നീ കണ്ടില്ലേ? ഇല്ല, ഞാൻ ആരും കണ്ടില്ല. ഞാൻ എന്തിനാ അവരെ കാണുന്നേ? അവർ ആ മാസ്ക് എടുത്ത് മാറ്റിയത് വിക്ടിമിനെ മനഃപൂർവ്വം അവരുടെ മുഖം കാണിക്കാൻ വേണ്ടിയാണ്. പ്രതികാരം തീർക്കാനാണ് അവരയാളെ കൊന്നത്. അപ്പോൾ കൊലപാതകത്തിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്. ഈ പ്രതികൾക്ക് വേണ്ടി ആ സ്ത്രീ കരഞ്ഞുവെങ്കിൽ നീ അവരെ സഹായിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നതാണ്. നീ ഒരു പബ്ലിക് ഡിഫൻഡർ ആണെങ്കിൽ ആദ്യം അത് കാണാനായിരുന്നു. ഇന്നത്തെ പോലെ നീ ഒരു വക്കീലാണെന്ന് ഇനി എപ്പോഴെങ്കിലും മറന്നുപോയാൽ ഞാൻ നിനക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കും. കാരണം നീ ഒരു പബ്ലിക് ഡിഫൻഡറിൻ്റെ സ്ഥാനം അർഹിക്കുന്നേയില്ല. ഇതും പറഞ്ഞ് അയാൾ പോവും.